അപ്പോൾ വേദം ജപിക്കുമ്പോൾ നമ്മൾ ഈ 3 തരം ശുദ്ധികളെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം വേദം ജപിക്കാനായിട്ട്. ഇതിനെക്കുറിച്ച് തൈത്തിരീയ ഉപനിഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വർണ്ണസ്വരഃ മാത്രാബലം സാമസന്താനഃ ഇത്യുക്തശീക്ഷാധ്യായഃ. അതായത് വർണ്ണം, ബലം, മാത്ര, വർണ്ണം, സ്വരം, വർണ്ണസ്വരഃ, വർണ്ണം, സ്വരം, മാത്രാബലം, സാമം, സന്താനം. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് ഈ ത്രിശുദ്ധികളിൽ വരുന്നത്. അപ്പൊ അത് എങ്ങനെയാണ്, അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് അക്ഷരശുദ്ധി എടുക്കുകയാണെങ്കിൽ, അപ്പൊ അതിലാണ് ആദ്യം വർണ്ണവും ബലവും വരുന്നത്. അക്ഷരശുദ്ധിയിലാണ് നമ്മൾ വർണ്ണത്തിനെ കുറിച്ചും ബലത്തിനെ കുറിച്ചും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ വർണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മംഗള കരുണീമ സങ്കട ഹരിണീമ. മംഗളകരുണീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം ഉണ്ടാക്കി തരുന്നവൾ, ഷി ഹു ക്രിയേറ്റ്സ് ഓസ്പീഷ്യസ്നെസ്. സങ്കട ഹരിണി എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നവൾ, സങ്കടത്തിനെ ഇല്ലാതാക്കുന്നവൾ. അപ്പോ സങ്കട ഹരിണീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടത്തിനെ ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം. അപ്പോ മംഗള കരുണീമ സങ്കട ഹരിണീമ എന്നുള്ളിടത്ത് മംഗള ഹരിണീമ സങ്കട കരുണീമ എന്നായി പോവുകയാണെങ്കിൽ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. ഇപ്പൊ രണ്ടുപേരും ശരിയാണ്. കരുണി എന്ന് പറയുന്ന വേർഡും ശരിയാണ്, ഹരിണി എന്ന് പറയുന്ന വേർഡും ശരിയാണ്. അപ്പൊ ഈ 2 വാക്കുകളും കൃത്യസ്ഥലത്ത് ഉച്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ മീനിങ് വിൽ കംപ്ലീറ്റ്ലി ചേഞ്ചസ്. അതായത് മംഗള കരുണിക്ക് പകരം മംഗള ഹരിണി എന്നായി പോവുകയാണെങ്കിൽ മംഗളത്തിനെ നശിപ്പിക്കുന്നവൾ എന്നായി പോകും. സങ്കട കരുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം ഉണ്ടാക്കുന്നവൾ എന്നായി പോകും. അപ്പോൾ അതായത് കരുണിയും ഹരിണിയും രണ്ടും അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട കൃത്യസ്ഥലത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ഒരിക്കലും കിട്ടത്തില്ല, ഓപ്പോസിറ്റ് മീനിങ് ആയി പോകും. അപ്പൊ ഇതാണ് വർണ്ണം, വാക്കുകൾ കൃത്യസ്ഥലത്ത് ഉപയോഗിക്കുക. അപ്പൊ അക്ഷരശുദ്ധിയിൽ ആദ്യത്തെ വർണ്ണമായി. വർണ്ണം കഴിഞ്ഞിട്ട് അടുത്ത ബലം.